ചിറാപൂഞ്ചിയിൽ മധുവിധുവിനിടെ വരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുത്തു. കൊലപാതക രംഗം പുനഃസൃഷ്ടിക്കുന്ന അടക്കമുള്ള നടപടികളും പോലീസ് നടത്തി. കൊല്ലപ്പെട്ട രാജയുടെ ഭാര്യയും പ്രതിയുമായ സോനം, കാമുകൻ രാജ് കുശ്വാഹ മറ്റു കൂട്ടുപ്രതികളുമായും വെയ് സഡോങ്ങിലെത്തിയത്. ഇന്ത്യയിലേറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശി രാജ രഘുവൻഷിയുടേത്. മധുവിധുവിനിടെ രാജയെയും ഭാര്യ സോനത്തെയും കാണാതാവുകയായിരുന്നു. ഇരുവരെയും കാണാതായെന്നുള്ള രാജിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ മലയിടുക്കിൽ നിന്നും രാജിന്റെ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജിന്റേത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പിന്നീട് പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. പ്രതികളെല്ലാം പിടിയിലായതോടെയാണ് ഈസ്റ്റ് ഖാസി പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പ്രതികളുമായി എത്തി കുറ്റകൃത്യം നടത്തിയ രീതി പുനരാവിഷ്കരിച്ചത്. കനത്ത മഴയെ അവഗണിച്ചാണ് പോലീസ് ദൗത്യം നിർവഹിച്ചത്. ഭാര്യ സോനമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കാമുകൻ രാജ് കുശ്വാഹയ്ക്കൊപ്പം ജീവിക്കാനായാണ് രാജയെ കൊലപ്പെടുത്തിയത്. ഇതിനായി രാജാണ് കൊലപാതകം നടത്താനുള്ള കൊട്ടേഷൻ സംഘത്തെ കണ്ടെത്തിയതും പണം നൽകിയതും. തുടർന്ന് മേഘാലയയിൽ മധുവിധുവിനായി എത്തിയപ്പോൾ കൊലപാതകം നടത്തുകയായിരുന്നു. മെയ് 23-നാണ് കുറ്റകൃത്യം നടന്നത്. ജൂൺ 2-ന് രാജയുടെ മൃതദേഹം കണ്ടെത്തി. ഇതിനിടെ ഒളിവിൽ പോയ സോനം ഈ മാസം 9-നാണ് ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിൽ കീഴടങ്ങിയത്. സോനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കവേ ദമ്പതികളെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനോട് പറഞ്ഞു. ഇതാണ് കേസിലെ വഴിത്തിരിവായത്. ആഭരണങ്ങൾ കൈക്കലാക്കാൻ എത്തിയ സംഘത്തിന്റെ ആക്രമണത്തിലാണ് രാജ കൊല്ലപ്പെട്ടതെന്നും മറ്റൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നുമാണ് സോനം ആദ്യം പോലീസിനോട് പറഞ്ഞത്. മയക്കുമരുന്ന് നൽകി ആരോ തന്നെ ഗാസിപ്പൂരിൽ എത്തിച്ചതാണെന്നും അവർ പറഞ്ഞു. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ സോനം കുറ്റം സമ്മതിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3-ാം ദിനം മുതൽ ആൺസുഹൃത്തുമായി ചേർന്ന് ഭർത്താവ് രാജ രഘുവൻഷിയെ കൊല്ലാൻ പദ്ധതിയിട്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവന്നു. സോനത്തിന്റെയും രാജിന്റെയും ചാറ്റാണ് പുറത്തുവന്നത്. ഭർത്താവ് തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നും വിവാഹത്തിന് മുൻപ് തന്നെ രാജയിൽ നിന്നും അകലം പാലിച്ചിരുന്നുവെന്നും ചാറ്റിൽ സോനം പറയുന്നുണ്ട്. സോനം ഫോണിലൂടെ കൊലയാളി സംഘത്തിന് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു. ഇതിലൂടെയാണ് സംഘം ദമ്പതികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിരുന്നത്. കേസിൽ സോനത്തിനും രാജിനും പുറമെ വിശാൽ, ആനന്ദ്, ആകാശ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.